കാഫിർ സ്ക്രീൻഷോട്ട് പ്രതികളെ പിടികൂടുക എന്ന ആവശ്യം ഉന്നയിച്ച് UDF RMBയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. വടകര SP ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സമരം K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. വടകര മണ്ണിനെ വെട്ടിമുറിക്കാൻ ഒന്നോ രണ്ടോ വോട്ടിന് വേണ്ടി വർഗീയത ചമയ്ക്കുന്നവരെ പിടിച്ചുകെട്ടാൻ കഴിയാതെ എന്തിന് ശമ്പളം വാങ്ങുന്നു? പറയൂ മറുപടി പോലീസേ. ബാധ്യസ്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അകത്ത് പോകുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും. എല്ലാ കാലവും നിങ്ങളെ സംരക്ഷിക്കാണ്ടാവില്ല. മൂപ്പര് നിൽക്കാനും 2 കൊല്ലം കഴിഞ്ഞാൽ വല്ല അയർലൻഡിലോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോകും. അതിനിപ്പം തന്നെ പരിശീലനമൊക്കെ നടത്തിയിട്ടുണ്ട്. ചില കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് കണ്ടുവെച്ചിട്ടുണ്ട്. ഭാവിയിൽ താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അന്ന് ഇദ്ദേഹമൊന്നും സഹായിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് കുറ്റം ചെയ്തവരെ കേസെടുത്ത് ഇനി ഈ പ്രയോഗം ഭാവിയിൽ ജാതി മതത്തിന്റെ ദുർഭരണം നടത്തുന്ന ഏർപ്പാട് കേരളത്തിന്റെ മണ്ണിൽ ചെലവാവില്ല. നരേന്ദ്രമോദി ഉണ്ടല്ലോ, ഇലക്ഷൻ 100% തോൽക്കുന്ന കാണുമ്പോൾ ധ്യാനം ഇരിക്കാൻ പോയി. അത് ഇന്ന് തന്നെയാ ധ്യാനം ഇരിക്കാൻ പോയി. പിന്നെ മറ്റന്നാൾ കഴിഞ്ഞിട്ട് പോയപ്പോ മറ്റന്നാൾ ഇലക്ഷൻ കഴിയല്ലോ. വലിയ നേരമുണ്ട്. ഓപ്പരെ എന്തിനാ അറിയോ? സ്വന്തം നിയോജകമണ്ഡലത്തിൽ തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വിവേകാനന്ദ പാറയിൽ പോയിട്ട് ധ്യാനം ഇരിക്കും. പിന്നെ പിണറായിക്ക് ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ധ്യാനം ഇരിക്കാൻ പോകാൻ ഓർത്തിയില്ല. അതുകൊണ്ട് ഓപ്പര് ചിലപ്പോൾ വിദേശത്തു. അപ്പൊ അത് കണ്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുള്ളരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. 4-ാം തീയതി UDF വടകരയിലെ 1 ലക്ഷം വോട്ടിനെങ്കിലും വിജയിച്ച് ഷാഫി പറമ്പിൽ ഡൽഹിക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ UDFന്റെ പ്രവർത്തകരെയും RMBയുടെ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി. ധർണയിൽ UDF ജില്ലാ ചെയർമാൻ K ബാലനാരായണൻ അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ അഹമ്മദ് പുന്നക്കൽ, RMBI സംസ്ഥാന സെക്രട്ടറി M വേണു, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ജോയിന്റ് സെക്രട്ടറി CK സുബൈർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PM ജോർജ്, മടത്തിൽ നാണു മാസ്റ്റർ, സുനിൽ മടപ്പള്ളി, CP അസീസ് മാസ്റ്റർ, VP ദുൽകിഫിൽ, പ്രദീപൻ ചോമ്പാല, കോട്ടയിൽ രാധാകൃഷ്ണൻ, മിസ്ഹാബ് കീഴിയൂർ, കാവിൽ രാധാകൃഷ്ണൻ, പ്രമോദ് കക്കട്ടിൽ, PK ഹബീബ്, സതീശൻ കുരിയാടി, സന്ധ്യ കരിയാട്, അഫ്നാസ് ചോറോഡ്, ലത്തീഫ് തൊറയൂർ, ഭവിത് മലോൽ, OK അബ്ദുള്ള, പുറന്തോട് സുകുമാരൻ, VK പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. ചിലത് മനോഹരമായ ഫെയറി ടെയിൽ പോലെ, മറ്റു ചിലത് കവിത പോലെ ഹൃദയം. ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, സങ്കല്പങ്ങളെ, പ്രതീക്ഷകളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.